അസ്സലാമലൈക്കും. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ കണ്ണൂർക്കാർ പെരുന്നാളിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന കായ്ക്കറി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. കായ്ക്കറി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട കറിയാണെന്ന്. ഇത് നേന്ത്രപ്പഴത്തോണ്ട് ഉണ്ടാക്കുന്ന ഒരു പായസമാണ്. കണ്ണൂർ വളരെ ഫേമസാണ്. പെരുന്നാളിന് ഇതും അല്ലെങ്കിൽ ചക്കരക്കഞ്ഞിയാണ് ഉണ്ടാക്കുക. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. കായ്ക്കറി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തേങ്ങാപ്പാലെടുക്കാം. അതിനുവേണ്ടി ഞാൻ 2 തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇത് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് പാലെടുക്കാം. ഒരു അരിപ്പിലിട്ടിട്ട് അരിച്ചെടുക്കാം. നല്ലപോലെ പിഴിഞ്ഞെടുക്കണം. ഇതിൻ്റെ പിഴിഞ്ഞെടുത്ത ഇതിനോട് പീരനെക്കൊണ്ട് നമുക്ക് 2ാം പാലും കൂടി എടുക്കാം. നമുക്ക് അരി അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/4 കപ്പ് നെയ്ച്ചോറ്റിൻ്റെ അരി 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചരി ഉപയോഗിക്കാം. 3ാമത് നമുക്ക് പിടി ഉണ്ടാക്കാൻ വേണ്ടി അരി കുഴച്ചെടുക്കാം. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് അരി എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ പത്തിലിനെല്ലാം കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കാം. കുറച്ചൊരു നുള്ളു ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി അമർത്തുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. നമ്മൾ പത്തിലിന് കുഴക്കുന്നതിനേക്കാളും കുറച്ച് ടൈറ്റിൽ കുഴച്ചെടുക്കാം. പിടി തയ്യാറാക്കി വെക്കാൻ വേണ്ടി കുറച്ച് അരിപ്പൊടി വേറി കൊടുക്കുക. എന്നാൽ നമുക്ക് മുട്ടിപ്പിടിക്കില്ല ഈ അരിപ്പൊടി വേറിയാൽ. 2 വിധത്തിൽ ഞാൻ ആക്കുന്നുണ്ട്. കുറച്ച് നീളമായിട്ടും ഇങ്ങനെ ഒരു രസമാണ്. 2 വിധത്തിലായിട്ട് ഇങ്ങനെ കടിക്കുമ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടാവും. ഇതുപോലെ മുഴുവനായിട്ട് ഇതുപോലെ തയ്യാറാക്കി എടുക്കാം. 2 വിധത്തിലുള്ള പിടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് പിടി വേവിക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് പിടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒന്നിച്ചിട്ട് കൊടുത്തില്ല, ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല. ഇട്ട് കൊടുത്ത പാട് ഇളക്കാനൊന്നും പാടില്ല. ഒന്ന് 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇളക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അത് ഇങ്ങനെ പൊടിഞ്ഞു പോകും. ഇളക്കുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാൻ. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതൊരു 10 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. ചെറിയ തീ വെക്കുന്നത് ഫുൾ തീ വെച്ചാൽ തിളച്ച് മറിയും. ഒന്ന് ചെറുങ്ങനെ പകുതിയായിട്ട് അടച്ചു കൊടുക്കാം. അത് വെന്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യുക. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൽ ഞാൻ പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മാറ്റാം. പച്ചവെള്ളത്തിട്ട് നല്ല സോഫ്റ്റായിരിക്കും. ഇതുണ്ട്. ഞാൻ പച്ചവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. രണ്ട് തേങ്ങക്ക് 3 കപ്പ് 1/2 പാലും 6 കപ്പ് 2ാം പാലും കിട്ടിയിട്ടുണ്ട്. ആദ്യം 2ാം പാലിൽ അരച്ച് വെച്ച അരി കലക്കിയെടുക്കുക. അത് അരിപ്പിലൊഴിച്ച് അരിച്ചിട്ട് വേണം ഒഴിക്കാൻ വേണ്ടി. പിന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങാപ്പാലും അരിയും കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിൽ വെച്ച് പതിപ്പിച്ചെടുക്കാം. അരി അരച്ചത് ഒഴിച്ചെടുത്തോണ്ട് ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ അടിക്ക് പിടിക്കുകയും കട്ട പിടിക്കുകയും ചെയ്യും. വലിയൊരു നേന്ത്രപ്പഴം റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലും കട്ട് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ കട്ടിയായി വന്നിട്ടുണ്ട്. നമ്മളെ അരിയും തേങ്ങാപ്പാലെല്ലാം കൂടി അരി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കട്ടി വെച്ച പഴം ചേർത്ത് കൊടുക്കാം. കാ കപ്പ് കടലപ്പരിപ്പ് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി
കുക്കറിൽ ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുത്തതാണ് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കാം. അത് മുക്കാൽ വേവ് മാത്രമേ ആകാൻ പാടുള്ളൂ. നന്ന വെന്താൽ ഇതിൽ അത് എന്നിട്ട് ഞാൻ വേവിച്ചതിന് ശേഷം കുറച്ച് സമയം പച്ചവെള്ളത്തിലിട്ടിന് അത് പൊടിഞ്ഞു വന്നിട്ട്. അപ്പോൾ ഇനി ഇത് കടലപ്പരിപ്പും ഈ പഴമെല്ലാം കൂടി ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ നമുക്ക് വേവിക്കാം. ഞാൻ ഇതിലേക്ക് 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് പഞ്ചസാര കുറവോ കൂടുതലോ വേണ്ട അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ പഴം ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുത്തത്. പഴം വെന്ത് വന്നിട്ടുണ്ട്. ഇത് നിറച്ചുമായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ എടുത്ത പാത്രം കുറച്ച് ചെറുതായിപ്പോയി ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. പഴം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച പിടി ഇടുക. അത് ഞാൻ തണുത്ത പച്ചവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിന്. ആ വെള്ളത്തിൽ നിന്ന് കോരിയിട്ട് ഇനി ഇതിലേക്ക് മെല്ലെ ഇട്ട് കൊടുക്കാം. മെല്ലെ മിക്സ് ചെയ്യാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല മിക്സ് ചെയ്യാം. കുറച്ച് ഏലക്കായ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ പോലെ ഏലക്കായ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ടൈറ്റായി വന്നിട്ടാകുമ്പോൾ നമുക്ക് 1/4 പാലും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളച്ചതിന് ശേഷം ഓഫാക്കി നമ്മുടെ പായസം റെഡിയായി. പിന്നെ അടുക്കി പിടിക്കാൻ കൂടുതൽ സാധ്യതയാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ 1/4 പാൽ ഒഴിച്ചു കൊടുക്കാം. 1/4 പാൽ ഒഴിച്ചതിന് ശേഷം കൂടുതൽ തിളപ്പിക്കാൻ പാടില്ല. കായ്ക്കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അതിന് സ്റ്റൗ ഓഫ് ചെയ്യുക. കായ്ക്കറി റെഡിയായി. നമ്മുടെ കണ്ണൂർക്കാരെ കിടിലൻ കായ്ക്കറി റെഡി ആയിട്ടുണ്ട്. അതിലെ ഇടയ്ക്കുള്ള പിടിയും പഴവും കടലപ്പരിപ്പെല്ലാം ആയിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ പെരുന്നാൾക്ക്. പറ്റില്ലെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.